കാര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. അവൾ എൻ്റെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ അവിടെ പോയിട്ട് പോരാനുള്ള സമയമില്ല. പെട്ടെന്ന് പുറപ്പെടണമെന്ന് ഉടനെ തന്നെ പുറപ്പെട്ടു. കിട്ടിയ ഡ്രസ്സും എടുത്തിട്ട് ഉടനെ തന്നെ പുറപ്പെട്ടു. ഞാൻ ഏതാനും ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കൂട്ടിന് അച്ഛനെ വിളിച്ച് വരുത്തണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് അവിടെ എഴുതി ഒട്ടിച്ചു. വേറെ ആരോടും ഒന്നും പറഞ്ഞില്ല, വൈഫിനോട് പോലും പറഞ്ഞില്ല. പോയിട്ട് പറയാനുള്ള സമയം ഉടനെ തന്നെ അടുത്ത ബസ്സിന് നേരെ മാനന്തവാടിക്ക് പോയി. മാനന്തവാടിയിൽ അന്ന് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഇതൊന്നും റിപ്പോർട്ട് എന്ത് റിപ്പോർട്ട് കിട്ടിയാലും അത് സമയത്തിന് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. അന്ന് ആകെ ഉണ്ടായിരുന്ന ടെലിഫോണാണ്. ഏറി വന്ന 2 എക്സ്റ്റൻഷനാണ്. കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, നോ മോർ എക്സ്റ്റൻഷൻ അവരുടെ. അപ്പോൾ അവരെന്നെ കട്ട് ചെയ്ഞ്ഞു. പിന്നെ പല പേരിലായിട്ട് പല ആളുകളെ കൊണ്ടും കോള് ബുക്ക് ചെയ്യുക. അപ്പോഴും അവർക്ക് മനസ്സിലാവും പിന്നീട് ഇത് ഒരേ നമ്പറിലേക്കല്ല പോകുന്നത് കോളെന്ന്. അതായത് ഞങ്ങൾ ആകെ ഉണ്ടായിരുന്നത് മാനന്തവാടിയിൽ പഴയ കാലത്തെ ഒരു കമ്പി ഓഫീസ് മാത്രമാണ്. വേറെ യാതൊരു ഇതുമില്ല. ടെലിഫോൺ ലൈൻസും മിക്കവാറും കുഴപ്പത്തിലായിരിക്കും. അപ്പോൾ അന്നത്തെ വെച്ചാൽ ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു. അന്ന് വർഗീസിനെ കൊല്ലുന്നതിന് മുമ്പ് കിസാൻ തൊമ്മൻ്റെ ഇതിന് വേണ്ടി ഞാൻ പോയിരുന്നു. കിസാൻ തൊമ്മൻ എന്ന് പറഞ്ഞ് ഇവരുടെ വലിയൊരു കേഡറിലും ഉണ്ടായ വലിയൊരു കോമ്രേഡായിരുന്നു. വളരെ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ശവം കുഴിച്ചിട്ട സ്ഥലം അതിലൊരു അനുഭവമായിരുന്നു. അന്ന് തഹസിൽദാരും ഞങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ തന്നെ ഞങ്ങൾ പോയി. വളരെ എത്രയോ കിലോമീറ്ററുകൾ വനത്തിൽ കൂടെ താണ്ടിയിട്ട് കട്ടയുടെ കടിയെല്ലാം സഹിച്ചിട്ട്. അപ്പം ഈ ശവം പുറത്തെടുക്കുമ്പം തന്നെ വെള്ളം കിട്ടില്ല, വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. ശവം പുറത്തെടുത്ത് അത് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടും എല്ലാം നടത്തുന്നത്. അതെല്ലാം റിപ്പോർട്ട് ചെയ്യാമെന്നത് എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഉന്മേഷകരമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഷ്ടപ്പെട്ടു, വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു ആ കാലത്ത്. ഈ യാത്ര തന്നെ കഷ്ടപ്പാടാണ്. ജീപ്പ് പോകാത്ത സ്ഥലമാണ് മിക്കവാറും, നടക്കുന്ന വേണം വനത്തിൽ കൂടെ. അതിനുശേഷമാണ് പിന്നെ നക്സൽ വർഗീസിൻ്റെ കൊലപാതകം വരുന്നത്. വർഗീസിൻ്റേത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആ കാലഘട്ടത്തിൽ ശരിക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നാൽ മിക്ക പത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. കാരണം വർഗീസിനെ പിടിച്ചു എന്ന് ഉള്ള റൂമർ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കൺഫേം ചെയ്യാൻ ആർക്കും സാധിച്ചിരുന്നില്ല. അക്കാലത്ത് ഉദ്യോഗസ്ഥന്മാരാരും അതിന് തയ്യാറായിരുന്നില്ല പിടിച്ചോന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കറിയാം പിടിച്ചോന്നുള്ളത്. പക്ഷേ എങ്ങനെ ഞങ്ങൾ പ്രൂവ് ചെയ്യുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതായിരുന്നു ഞങ്ങളുടെ ഡെസ്കിൽ നിന്നുള്ള പത്രാധിപന്മാരുടെ ചോദ്യം. അതായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുക, പിടിച്ചു കഴിഞ്ഞ് വെടിവെച്ച് കൊന്നതാണെന്നുള്ളത്. അപ്പോൾ യാതൊരു പ്രൂഫും ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് ഉദ്യോഗസ്ഥർ യാതൊരു തരത്തിലും നമ്മളെ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ ഏതാണ്ട് ഔദ്യോഗിക നിലവാരത്തിലുള്ളൊരു റിലീസ് പോലെ തന്നെ ഞങ്ങളെല്ലാവരും പലരും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ആ കാല ഒരു ദുഃഖം ഇന്നും മനസ്സിലുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള യാതൊരു ഉപാധികളും കയ്യിലുണ്ടായിരുന്നില്ല. അറിയാം, കാരണം ഞാൻ ഈ കോമ്പിംഗ് അപ്പ് ഓപ്പറേഷനിൽ പെട്ടുപോയ ഒരാളാണ്. ഈ CRPF കോമ്പിംഗ് അപ്പ് ഓപ്പറേഷനിൽ ഞാൻ ചെന്ന് എന്നെ ഏതാണ്ട് തടവുകാരനായിട്ട് പോലീസുകാർ പിടിച്ച് വഴിതിരിച്ച് മാറ്റി നിർത്തിയ സ്ഥലത്താണ് ഞങ്ങൾ പിന്നീട് വർഗീസിൻ്റെ ശവം കാണുന്നത്. അപ്പം ആക്ച്വൽ സ്പോട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഇവർ പിടിച്ച് ഞങ്ങളെ 2 കൈ കൊണ്ട് തൂക്കിയെടുത്തിട്ട് പൂര ചെയ്ത് CRPF. അന്ന് വെടികൊള്ളാതെ രക്ഷപ്പെട്ടത് അതിൻ്റെ കമാൻഡൻ്റ് ഒരാളുണ്ട് CRPF, മലയാളിയാണ്. JPD എന്നാണ് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്ന പേര്. അദ്ദേഹം വന്ന് രക്ഷപ്പെടുത്തുക ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കും ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയില്ല, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഞാൻ പണ്ട് ഹിന്ദി പഠിച്ച ഒരു ചെറിയൊരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പത്രിയാക്ക് ആത്മീയ. അപ്പോൾ അവരവരെ ബലമായി പിടിച്ചവിടെ നിർത്തി. അവർ വയർലെസ് മെസ്സേജ് കൊടുത്തു, ഇങ്ങനെ ഒരു ഇൻട്രൂഡർ ഉണ്ട് ഇവിടെ, ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള. അദ്ദേഹം വന്നു, അദ്ദേഹം ജീപ്പിൽ വന്നു. അദ്ദേഹം തന്നെ എന്നെ വളരെ സേഫ് പ്ലേസ് കൂടെ പുറത്തേക്ക് കടത്തി വിട്ട് എന്നോട് പറഞ്ഞ് ഇനി സാഹസത്തിനും മെനക്കെടരുത്, ഇവിടെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെ ജീവൻ അപകടത്തിലായിരുന്നത് വരെ അവർ വെടിവെച്ചാൽ നിങ്ങൾ മരിക്കുക എന്നല്ല വേറെ യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട പിറ്റേന്നാണ് ഞങ്ങൾ ആ സ്ഥലത്തെ കൊണ്ടുപോയിട്ട് വർഗീസിന് ശവം കാണിച്ചു തരുന്നത്. അതേ അനുഭവം ഗ്രോവാസുവിനും ഉണ്ടാകുമായിരുന്നു. ഗ്രോവാസു എൻ്റെ നാട്ടുകാരനാണ്. ഗ്രോവാസു ഞങ്ങളുടെ അവിടെ നെല്ലിക്കോട്
ഒരു ഫുട്ബോൾ ടീമിൻ്റെ എല്ലാം വളരെ പ്രധാനപ്പെട്ട സംഘാടകന്, ഞങ്ങളൊക്കെ അതിൽ മെമ്പർമാരാണ്. അപ്പോൾ വാസു എൻ്റെ എന്നെ ഒരു അനുജനെ പോലെ കണക്കാക്കിയിരുന്നു. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്ത് പിടികൂടി എന്നുള്ളത് ചെറിയൊരു വിവരം കിട്ടി. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിരിക്കുന്ന കുറേ കണ്ണൂരിലെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അതിൽ 2 പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർ 2 പേരോട് ചോദിച്ചാൽ യാതൊന്നും. അവസാനം അവിടുത്തെ വാച്ച്മാൻ്റെ സഹായത്തോട് കൂടിയിട്ട് പുറത്തുനിന്ന് വാസുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു അർദ്ധരാത്രി ഞാൻ അദ്ദേഹമാണ് അകത്തുള്ളതെന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ പുറത്തു നിന്ന് അദ്ദേഹത്തിന് സ്വരം കേട്ട് ഉറപ്പ് വരുത്തി ഇദ്ദേഹം തന്നെയാണെന്നുള്ളത്. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് വാസുവേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് വർഗീസിൻ്റെ അനുഭവം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത്. കാരണം വർഗീസിന് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എല്ലാം ചോർത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെയും അങ്ങ് അനിഹിലേറ്റ് ചെയ്യാനുള്ള ഒരു ഈ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു അപൂർവ അവസരമാണ് ഗോപിയേട്ടൻ വയനാട്ടിൽ ലഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു റിപ്പോർട്ടർക്ക് ഏത് പക്ഷത്ത് നിൽക്കാൻ പറ്റും? ഒരു ജനപക്ഷത്ത് നിൽക്കാൻ പറ്റുമോ, നക്സൽ പക്ഷത്ത് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പോലീസ് പക്ഷത്ത് നിൽക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അത് ആ സമയത്ത് റിപ്പോർട്ടർക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുക? അന്ന് അഭിമുഖീകരിച്ചിരിക്കുന്നത് അത് ഒരു പക്ഷത്ത് നിൽക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഒന്ന് സർക്കാർ യാതൊരു തരത്തിലുള്ള ഞങ്ങൾ ജനപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നക്സലിസത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ളത് വരും. കാരണം അവരന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ചെറുകുന്നിൽ ചേണിച്ചേരി കൃഷ്ണൻ നമ്പ്യാരെ വെട്ടിയ തലയെടുത്തിട്ട് പിന്നെ ഗേറ്റിൽ വെച്ചിട്ട് പോവുക ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഹീനമായ മാർഗങ്ങളാണ് അവർ പിന്നെ ഈ എതിരാളികളെ ഗളഹസ്ഥം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ആവിഷ്കരിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ അത് നക്സലിസത്തിനെ അനുഭവിക്കുകയാണ് എന്നുള്ളൊരു സ്ഥിതി വരും. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് ആ കാലത്ത് തയ്യാറായിരുന്നില്ല. പക്ഷെ ജനങ്ങൾക്കറിയാം ഇതാണെന്നുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു സാധ്യതയില്ല. അപ്പോൾ രണ്ടും അല്ലാത്തൊരു പക്ഷത്ത് നിന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രയാസകരമായിരിക്കുന്ന. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നും എനിക്കതിനുള്ള ഒരു ഖേദം തരുന്നത്. ഡയറക്റ്റായിട്ട് വർഗീസിനെ വെടിവെച്ച് കൊന്നതാണ് എന്ന് ഞങ്ങൾക്കെല്ലാം വിശ്വസിക്കാവുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. പക്ഷേ ഈ കാര്യം വർഗീസിനെ ശരിപ്പെടുത്തി എന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളത് പ്രൂവ് ചെയ്യുക? അതൊരു വളരെ പിന്നെ ടിക്ലിഷായിരിക്കുന്നൊരു പ്രോബ്ലമാണ് നമ്മൾ അന്ന് അഭിമുഖീകരിക്കുന്നത്. അതേ അവസരത്തിൽ ഞാൻ 7-8 ദിവസം അവിടെ ഉണ്ടായിരുന്നു. വളരെ ആദ്യമൊന്നും എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. അന്ന് ഈ ഓപ്പറേഷനിലുണ്ടാകുന്ന എല്ലാം ദിവസേന സ്റ്റോറീസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കണം. തോമസ് ഐസക് സാറുടെ നിർദ്ദേശം അത് ദിവസേന. അപ്പം ഞാൻ ചോദിച്ചു, ഒന്നും സംഭവിച്ചില്ല, അറസ്റ്റില്ല, ഏറ്റുമുട്ടില്ല, ഒന്നുമില്ല. അവനോട് അവിടെ ഇങ്ങനെ ഒരു നക്സൽ ക്യാമ്പുണ്ട്, പോലീസുകാരത്തൊക്കെ അവിടെ ഇവരെല്ലാം ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ടും ഉണ്ടായിരിക്കും, ഗോപി അതിന് ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശരിക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആളുകൾ ജീവിക്കേണ്ട അവിടെ റിപ്പോർട്ടും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ധാരണ വന്നു. അന്ന് മിക്കവാറും ദിവസങ്ങളിൽ 1-2 സ്റ്റോറി ഞങ്ങൾ ഫയൽ ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റോറി ഫയൽ ചെയ്തപ്പോഴും നമ്മൾക്കിങ്ങനെ സംശയമുണ്ട്. നമ്മൾ സംശയം പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യും ഈ സ്റ്റോറി എന്നുള്ള കാര്യം അവർ വലിയ സംശയമുണ്ട്. കാരണം സന്ദേഹമുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ് എതിരാണ്. ഗവൺമെൻറ് ഒരിക്കലും അനുകൂലിക്കില്ല ഈ നക്സലിന്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും പോലീസിനുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷ്മണൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആളാണ്. ലക്ഷ്മണ കല്യാണം കഴിച്ചത് കണ്ടുവരുന്നതാണ്. അദ്ദേഹം ഇവിടെ DYSP ആയിരുന്നു, പിന്നെ പഴയ IG, പിന്നീട് IG ആയിരിക്കുന്നത്. വളരെ ക്ലോസ്. പക്ഷേ ഒരു കാര്യം പിന്നെ പുറത്ത് പറഞ്ഞിരുന്നില്ല. യാതൊരു തരത്തിലുള്ള സ്നേഹഭാവങ്ങളും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വളരെ സീക്രട്ടാണ്, വളരെ പിന്നെ കൊട്ടിയടച്ച് ഒരു സോഴ്സും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ആ കാലത്ത് മനോരമയുടെ ഒരു റിപ്പോർട്ടിംഗ് ടീമിൻ്റെ വാർത്തകളോടൊപ്പം തന്നെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ടി പത്മനാഭൻ നാരായണേട്ടൻ്റെ സാന്നിധ്യം കൂടി ആ ഒരു ഇതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സംസാരിക്കുന്ന പടങ്ങളും മനോരമയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇതിന് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സർവരും ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഞങ്ങളെ കൂടെ ഉണ്ടാകുമ്പം ഞങ്ങൾക്ക് കൂടുതൽ ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നു. എല്ലാവരെയും അറിയാം. പക്ഷേ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ സോഴ്സസിൽ ചെന്ന് മുട്ടി റിപ്പോർട്ട് കിട്ടാവുന്ന
ഒരു നക്സൽ ഭീഷണീനെ കാര്യത്തില്ല. അദ്ദേഹം വളരെ ഒരു അറ്റാക്കിംഗ് ഫോർവേഡിനെ പോലെ പോയിട്ട് പടം മുഴുവൻ സംഘടിപ്പിക്കും എന്നല്ലാതെ റിപ്പോർട്ടിങ്ങിൽ അതിൻ്റെ ഒരു ഇത് ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അദ്ദേഹം കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും വലിയൊരു പ്രൊട്ടക്ഷനായിരുന്നു ഞങ്ങൾക്ക്. എല്ലാ ആളുകളും അദ്ദേഹത്തെ സമീപിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നത് കൊണ്ട് ആ കാലത്ത് ശ്രദ്ധേയമായ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ ടല്ലിങ് എല്ലാം ടല്ലിങ് ആയിരുന്നു. ഇന്നത്തെ യാതൊരു സാങ്കേതിക വിദ്യ ഇല്ലാത്ത കാലത്ത്, പ്രത്യേകിച്ച് അജിതയുടെ കാലഘട്ടത്തിൽ അജിതയുടെ പടം അജിത കീഴടങ്ങിയ അജിത നാട്ടുകാർ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ പടങ്ങളെല്ലാം തന്നെ അത് ഇന്നും പിന്നെ ടെല്ലിങ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ അതിസുന്ദരമായ പടങ്ങളാണ്. ആ പടങ്ങൾ കൊടുത്തവർ ഞാൻ അത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടിന് ഒരു പ്രസക്തി അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പലപ്പോഴും ധരിച്ചിട്ടുണ്ട്. അത്ര നല്ല പടങ്ങളായിരുന്നത്. ഈ ഒരു പത്രപ്രവർത്തന ജീവിതത്തിനിടയിൽ ഒരു വിഷമകരമായി തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഈ വർഗീസിൻ്റെ അത് തന്നെ അതൊരു വലിയ വെല്ലുവിളി. പിന്നെ ഞാൻ 70 തന്നെ എനിക്ക് ഇവിടെ രാമന്തളി അവിടെ വലിയ റൈറ്റ് ഉണ്ടായിരുന്നു. 3 പേർ കൊല്ലപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായി. പയ്യന്നൂർ പേര് അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി. അന്ന് ഞങ്ങളൊരു പാർട്ട് ടൈം ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്നെയും കൂടെ തട്ടിക്കൊണ്ടുപോയിട്ട് മിക്കവാറും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അവിടെ ലഹള നടന്നുകൊണ്ടിരിക്കുക. ലഹളേൻ്റെ നടുവിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പിന്നെ പയ്യന്നൂർ ടൗണിൽ നിന്നാണ് ഈ സംഭവം. ഒരു ഭാഗത്ത് പള്ളിയും മറ്റേ ഭാഗത്ത് പള്ളിക്ക് എതിരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള വലിയ ലഹളയായിരുന്നു. അപ്പോൾ കത്തി ഊരി പിടിച്ച കത്തികളുമായിട്ടാണ് ജനം നിന്നിരുന്നത്. അപ്പം രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട ആളുകൾ കൊലപ്പെടുത്തിയ സംഭവമാണ് അവിടെ. ഞാൻ അവരുടെ ആളാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് എന്നെ ഒരു ജീപ്പിലിട്ട് കൊണ്ടുപോയി അവസാനം പയ്യന്നൂർ ടൗണിൽ കൂടെ തന്നെ അവർക്ക് തിരിച്ച് വരേണ്ടതായിട്ട് വന്നു. ട്രാഫിക് ജാം ആയിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കഴുത്തിങ്ങനെ കെട്ടി ഇരിക്കുന്നത്. രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗം ഞാനല്ല. അന്ന് ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റി കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വിസിറ്റിംഗ് കാർഡുണ്ട്, ഞാനത് കൊടുത്തു, ഞാൻ എന്ന ആളാണെന്ന്. അതൊന്നും അവർ ചെയ്യും. കാരണം പയ്യന്നൂരും പരിസരത്തു നിന്നുള്ള ആളുകളല്ല, വളരെ വന്നിരിക്കുന്ന ആളുകളെ ഞങ്ങളെ തട്ടിക്കും. ഞങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അന്നത്തെ നേതാക്കളെ പേരൊന്നും പറഞ്ഞിട്ട് അവരും അപ്പം പുറത്തുനിന്ന് ഇങ്ങനെ അടി വരും. ഇന്നും അതിൻ്റെ ക്ഷതം എനിക്ക് ഈ സ്പോണ്ടിലൈറ്റീസിൻ്റെ പ്രധാന കാരണം അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അടി കിട്ടിയതാണ്. പുറത്തിങ്ങനെ അടിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. വായ മൂടി കെട്ടിയിരുന്നു, മുഴുവൻ മുടി കെട്ടി ബാക്കിൽ നിന്ന് കഴുത്തിൽ കൂടെ ഇത് മൂണ്ടിട്ട് പിടിച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഞാൻ രക്ഷപ്പെടുത്തി, വഴിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി. പിന്നെ എന്നെയാണ് അവർക്ക് കിട്ടിയത്, എന്നെ കൊണ്ടുപോയി. പിന്നെ അവസാനം രക്ഷപ്പെടാൻ സാധിച്ചത് അന്നത്തെ ഈ ജാമിൽ പെട്ടുപോയതാണ്. ജാമ് പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരെ കുതറി മാറിയിട്ട് നിലവിളിച്ചപ്പോൾ എൻ്റെ ഇപ്പം ക്ലാസ്മേറ്റ് ആയിരിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നേരത്തെ ഉണ്ടായിരുന്നു. കോഴിക്കോട്ടെ AG മേനോൻ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്, C രാമചന്ദ്രൻ. അദ്ദേഹം ഇപ്പം റിട്ടയർ ചെയ്ത് SP ആയിട്ട് റിട്ടയർ ചെയ്ത്. C രാമചന്ദ്രൻ അദ്ദേഹം അന്ന് കണ്ണൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഹൈസ്കൂളിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല സ്നേഹബന്ധത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. പെട്ടെന്ന് അദ്ദേഹം ഓടിയെത്തി. അദ്ദേഹത്തിന് ഓടിയെത്താൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. ഈ ലാത്തി കൊണ്ട് 2 ഭാഗത്തേക്ക് ആളെ വീതി അയാൾ ഓടിയെത്തിയിരിക്കുന്നു. അപ്പം ഗ്ലാസ് കൂടെ എൻ്റെ മുഖം തിരിച്ചറിഞ്ഞ പിന്നെ അയാൾ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ തന്നെ വെച്ചു അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് ഇന്ന് പോലീസ് ബന്ധവസ്ഥയിലാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അന്ന് ശരിക്കും 2 സംഭവങ്ങളാണ് എന്നെ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയാവുന്നത്. മനോരമയിൽ ജോയിൻ ചെയ്യുകയും പതിറ്റാണ്ടുകളോളം മനോരമയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു മനോരമയിലേക്ക് വന്നതും ഈ പത്രപ്രവർത്തന രംഗവും അത് സംതൃപ്തിയാണോ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും സംതൃപ്തിയാണ്. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ കിട്ടുകയോ ഞാനിങ്ങനെ ഒരു സ്ഥാനത്ത് എത്തുകയോ ചെയ്യില്ലായിരുന്നു എന്ന് തുറന്ന് മനസ്സോടെ പറയാൻ തയ്യാറാണ്. എന്നെ മാക്സിമം എൻകറേജ് ചെയ്തിട്ടുണ്ട് മാനേജ്മെൻറ്റും എഡിറ്റേഴ്സും, പ്രത്യേകിച്ച് എല്ലാ ആളുകളും, ചുമാർ സാറ്, എല്ലാവരും തന്നെ വളരെ യാതൊരു കറയില്ലാത്ത രീതിയിലുള്ള പിന്തുണ എൻ്റെ എല്ലാ ഇതിനും തന്നിട്ടുണ്ട്. കാരണം എന്നെ ധൈര്യപൂർവ്വം ഇതുപോലെ തന്നെയാണ് പണ്ട് മംഗലാപുരത്ത് കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായി. PTIയുടെ ഓഫീസിൽ ആക്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് റൈറ്റ് നടക്കുമ്പോൾ അവിടെ കർഫ്യൂ ആയിരുന്നു. കർഫ്യൂവിൻ്റെ നടുവിലേക്ക് എന്നെ തോമസ് ഐക്ക വിടുന്നത്. ഇൻഷൂർ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇൻഷൂർ ചെയ്തില്ല. നേരെ അവ പോവുക ചെയ്തിരിക്കുന്നത്, യാതൊരു ഇതുമില്ല.
പക്ഷേ അങ്ങനെയുള്ള ഒരു ഡയറി ടേബിൾ ടൈപ്പ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ എടുത്ത് ഉപയോഗിക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം. പിന്നെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ധൈര്യം പകരുകയും ഞങ്ങളെ പിന്നെ ബ്രീഫ് ചെയ്യുന്നു. ഒരു വലിയൊരു കാര്യമാണത്. ഞങ്ങളെല്ലാം പിന്നെ വലിയ വാട്ടർ ലിമാനെ പോലുള്ള പത്രക്കാരൊന്നും അല്ലല്ലോ. അത് വലിയ സഹായം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ കരുതുന്നത് മാതൃഭൂമിയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഉയർച്ച എൻ്റെ പ്രൊഫഷണലായിട്ട് എനിക്ക് ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല മാതൃഭൂമിയിലായിരുന്നെങ്കിൽ. ഇപ്പോൾ ഈ മുഴുവൻ സമയ പത്രപ്രവർത്തനത്തിൽ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പത്രപ്രവർത്തന രംഗത്ത് സജീവമാണ്. വളരെ അടുത്തുനിന്ന് നോക്കി കാണുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പത്രപ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഗുണപരമാണോ പിന്നെ മോശമാണോ? ഒരിക്കലും ഗുണപരമല്ല, ഒരിക്കലും. ഇപ്പോൾ ആളുകൾ സെൻസേഷണലിസത്തിൽ ഒക്കെയാണ് നീങ്ങുന്നത്. പത്രത്തിൻ്റെ ശൈലി മാറി, ഭാഷാശൈലി മാറി, അതിന് വായനക്കാരുടെ പ്രതിബദ്ധത കുറയാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ ചാനലുകൾ വന്നതോട് കൂടിയിട്ടാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പത്രപ്രവർത്തന രംഗത്തിന് ഒരു അപജയമാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് പല ചാനലുകളും ഇപ്പോൾ വാർത്തകൾ അവതരിപ്പിക്കുന്നതും ആളുകളെ ഒരു നിസ്സാര സംഭവങ്ങൾക്ക് പോലും ചർച്ച ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ആളുകൾക്ക് വേണ്ടത് അതാണെന്ന്. പിന്നെ ഈ പൈങ്കിളി സാഹിത്യം പത്രത്തിൽ നിന്ന് അത് നേരത്തെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തനത്തിൻ്റെ സ്റ്റാൻഡേർഡ്, പത്രപ്രവർത്തനത്തിൻ്റെ സ്റ്റാൻഡേർഡും അതിൻ്റെ ക്വാളിറ്റി പിറകോട്ട് പോയി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ പ്രിൻ്റ് മീഡിയ വിഷ്വൽ മീഡിയ വേഴ്സസ് വിഷ്വൽ മീഡിയ എന്നുള്ളതിൽ അവസാനം പ്രിൻ്റ് മീഡിയക്ക് ഈ ഒരു അപജയം പ്രയാസം സൃഷ്ടിക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? പ്രിൻ്റ് മീഡിയയ്ക്ക് പ്രിൻ്റ് മീഡിയ ആളുകൾ പിന്നെ കൂടുതൽ നല്ലതാണ്. പ്രിൻ്റ് മീഡിയയ്ക്ക് ഇത് നല്ലതാണ്. കാരണം ആളുകൾക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഈ ആക്റ്റീവ് ഫീൽഡ് വിട്ടെങ്കിലും ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ പലരും പറയുന്നത് ഈ പിന്നെ പ്രിൻ്റ് മീഡിയയാണ് ഇതിലും ഭേദം എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് മീഡിയയ്ക്ക് ഈ അവതരണ രീതി ഉണ്ടല്ലോ, അത് മിക്ക ആളുകളും പലരും റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് കൂട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻ്റ് മീഡിയയിൽ തന്നെ. പത്രങ്ങളോടാണ് ആഭിമുഖ്യം കൂടുതൽ. പല പരിപാടികൾക്കും ടി വി തുറന്ന് വെക്കുന്നുണ്ടാവും, പല ചാനലുകൾ ഉപയോഗിക്കണം, ചാനലുകൾ വർദ്ധിച്ചു പോകുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷേ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഒരു പരസ്പരം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ